അസ്സലാമു അലൈക്കും. ഉമ്മ, ഉപ്പച്ചി ഇന്നും വിളിക്കൂലേ? മുത്തോക്ക് ഉപ്പച്ചിനെ കാണാൻ കൊതിയായിട്ടുണ്ട് ഉമ്മ. ഫോണിലെ മാഹിറിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി കുഞ്ഞിപ്പെണ്ണ് വിഷമത്തോട് പറയുന്നത് കേട്ടപ്പോൾ സുറുമിയുടെ ഉള്ളു നൊന്തു. ഉപ്പാക്ക് തിരക്കായുണ്ടല്ലേ മോളെ, ഇന്ന് വിളിക്കൂട്ടോ. അവളുടെ ചുരുണ്ട മുടി ചെവിയുടെ പിന്നിലേക്ക് ഒതുക്കി വെച്ച് ഒന്ന് തലോടി വിട്ടുകൊണ്ട് പറഞ്ഞു സുറുമി. ആ കുഞ്ഞു മുഖം വിടരുന്നത് സുറുമി കണ്ടു. എപ്പോഴാ അപ്പച്ചി വിളിക്കുക? എന്നിപ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞു പറ്റിക്കുന്നതും ഉണ്ടാവും അവൾക്ക് പിന്നെയും സംശയം. ഇപ്പോൾ എൻ്റെ മോള് ചിപ്പൂട്ടൻ്റെ പോയി കളിച്ചോ. ഉപ്പച്ചി വിളിക്കുമ്പോൾ ഉമ്മ മുത്തിനെ വിളിക്കാട്ടോ. സുറുമി പറഞ്ഞതും അവളൊന്നും മിണ്ടാതെ തല അനക്കി പുറത്തേക്ക് പോയി. പാവം എൻ്റെ കുഞ്ഞ്. സുറുമിയുടെ ഹൃദയത്തിൽ ഒരു പിടച്ചിൽ അനുഭവപ്പെട്ടു. എന്തിനാ മാഹിക്ക എന്നെയും കുഞ്ഞിനെ ഇങ്ങനെ വേദനിപ്പിക്കണേ? ഞങ്ങളെ ഒന്ന് വിളിക്കാൻ പോലും സമയമില്ലാതായെന്ന് പറയുമ്പോൾ ഞാൻ എന്താ കരുതേണ്ടേ? വേണ്ടാതായോ ഞങ്ങളെ? സുറുമിയുടെ ഹൃദയം പൊട്ടി ചോര കണ്ണിലേക്ക് എത്തി. ഒരു തുള്ളി അവൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ചിരിക്കുന്ന ഫോട്ടോയിലേക്കും ഉറ്റി വീണു. മുഖത്തേക്ക് എന്തോ വന്ന് വീണതറിഞ്ഞ് മാഹിർ ചാടി എഴുന്നേറ്റു. നോക്കുമ്പോഴുണ്ട് കയ്യിലൊരു ജഗ്ഗും പിടിച്ച് മുമ്പിൽ ഒരു പുച്ഛം നിറച്ച ചിരിയോടെ റാഫി. അവൻ ജഗ്ഗിലെ വെള്ളം മുഴുവനും തൻ്റെ മുഖത്തേക്ക് വീഴ്ത്തിയതാണെന്ന് മാഹിറിന് മനസ്സിലായി. ഓ മതി ഉറങ്ങിയത്. വെറുതെ തിന്നുറങ്ങി കുറേ ആയല്ലോ ഇവിടെ. ഇന്ന് തൊട്ടേ ഇവിടുത്തെ ക്ലീനിങ്ങും ഫുഡുണ്ടാക്കലൊക്കെ നിൻ്റെ ജോലിയാണ്. വെറുതെ ഇല്ലല്ലോ, 3 നേരം വെട്ടി വിഴുങ്ങുന്നില്ലേ? റാഫീൻ്റെ വാക്കുകൾ ചങ്കിൽ കൊണ്ടുവെങ്കിലും മാഹിർ ഒന്നും പറഞ്ഞില്ല. അപ്പുറത്തെ കട്ടിലിൽ കിടന്നുറങ്ങുന്ന പാകിസ്ഥാനി പയ്യൻ ശബ്ദം കേട്ട് തല പുതപ്പിന് വലയിലേക്കിട്ട് നോക്കുന്നുണ്ട്. മാഹിർ അയാളെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. പിന്നെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ മറക്കല്ലോ, റാഫി പ്രത്യേകം ഓർപ്പിച്ചു. സാധാരണ ഓരോരുത്തരുടെയും ഡ്യൂട്ടി സമയത്തിനനുസരിച്ചാണ് വെപ്പും തീരുമൊക്കെ. മാഹിറും അവരെ സഹായിക്കാറുണ്ട്. ഇനി മുതൽ എല്ലാം തൻ്റെ മാത്രം ജോലിയാണെന്ന്. വെറുതെ അല്ലല്ലോ, വിശക്കുമ്പോൾ ഭക്ഷണം തരുന്നില്ലേ? തളർച്ച തോന്നുമ്പോൾ ഒന്ന് ചായാൻ തറയില്ലെങ്കിലും ഇത്തിരി ഇടം തരുന്നില്ലേ? അവൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് കിച്ചണിലേക്ക് നടന്നു. ഉമ്മാക്കേ ഒറ്റയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരു ഹോം നേഴ്സിനെ വെക്കാമെന്ന് പറഞ്ഞതല്ലേ ഞാൻ? മൂത്രത്തിൻ്റെ ട്യൂബ് പൊട്ടി കട്ടിലിന് താഴെ കൂടി ഒഴുകി പരക്കുന്നത് കണ്ട ഹമീദിൻ്റെ മുഖം ചുളിഞ്ഞു. ലബീബ വേഗം തന്നെ മൂക്കും പൊത്തി പുറത്തേക്ക് പാഞ്ഞു. എന്തിനാ ഹോം നേഴ്സിനൊക്കെ വെച്ച് വെറുതെ ക്യാഷ് കളയണത്? സുറുമിയെ മോളെ, നീ ആ മഫൊന്ന് എടുത്തു കൊണ്ടുവന്നേ. ആനും ഇതുവരെ ഇല്ലാത്ത സ്നേഹത്തോടെ സുറുമിയോട് പറയുന്നത് കേട്ടപ്പോൾ മുഹമ്മദ് പിയുടെ മുഖം വല്ലാതെയായി. പാവം, ഇനി ആ ജോലി കൂടി ഏറ്റെടുക്കാൻ മാത്രമേ ഉള്ളൂ. പാവം. മൂത്രത്തിൻ്റെ കുത്തുന്ന ദുർഗന്ധം മൂക്കിലേക്ക് തുളച്ച് കയറിയതും ഹമീദ് വേഗം മുറിവിട്ട് പുറത്തേക്ക് പോയി. സുറുമി ഒരു ബക്കറ്റിൽ വെള്ളവും മഫവും എടുത്ത് ആ മുറിയിലേക്ക് വന്നു. നീ ഇവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയേക്ക് മോളെ. അത് പറയുമ്പോൾ ഇന്ന് വരെ ഇല്ലാത്ത സ്നേഹമാണ് സുറുമയോട് ആനുമ്മയ്ക്ക്. സുറുമയുടെ ആ നോട്ടം കട്ടിലിൽ ചലിക്കാൻ വയ്യാതെ കിടക്കുന്ന മനുഷ്യന് നേരെ ഒന്ന് നീണ്ടു. ആ കണ്ണുകളിലെ നിസ്സഹായത സുറുമി കണ്ടു. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ഉപ്പയാണ്. ആ കണ്ണുകളിൽ ഒളിപ്പിച്ചു വെച്ച വേദന സുറുമി വായിച്ചെടുത്തു. അവൾ ഒരു മടിയും കൂടാതെ അകത്തേക്ക് കയറി ചെന്ന് വൃത്തിയാക്കാൻ ശ്രമിച്ചു. എത്ര കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അസഹ്യമായ ദുർഗന്ധം മുഖത്തെ ചുളിപ്പിച്ചു. അടിവയറ്റിൽ നിന്നെന്തോ ഉരുണ്ട് കയറും പോലെ തോന്നിയെങ്കിലും ഛർദ്ദിക്കാതെ ആ മനുഷ്യനെ ഓർത്ത് സുറുമി പിടിച്ചു നിന്നു. എൻ്റെ മോളെ, ഇവിടെ വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ? ആ ഉപ്പ വല്ലായ്മയോടെ അവളെ നോക്കി ചോദിച്ചു. അവളുടെ കണ്ണ് നിറഞ്ഞ് കവിളിലൂടെ ചാല് തീർത്തിരുന്നു. സുറുമി ഉപ്പയുടെ വാടിയ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അതിനിപ്പം എന്തപ്പാ, നിങ്ങൾ എൻ്റെയും കൂടി ഇപ്പല്ലേ? ഉച്ചയ്ക്ക് ഒത്തിരി ഒഴിവ് സമയം കിട്ടിയതും സുറുമി വെറുതെ ഫോൺ എടുത്ത് നോക്കി. കുളി കഴിഞ്ഞ് ഉണങ്ങിയിട്ടില്ലാത്ത മുടിത്തുമ്പിൽ നിന്നും വെള്ളം ഉറ്റി വീണ് മുത്തുപോലെ താഴെ തിളങ്ങുന്നുണ്ട്. ഇപ്പോൾ ഫോൺ എടുത്താൽ ഉടനെ FBയിൽ കയറലൊരു പതിവായിട്ടുണ്ട്. വേറൊന്നുമില്ല. അന്ന് വായിച്ച കഥ ഹൃദയം തൊട്ടിങ്ങനെ കിടപ്പാണ്. ബാക്കി വായിക്കാനുള്ള ത്വര വീർപ്പ് മുട്ടിക്കുന്നുണ്ട്. എങ്ങനെ ബാക്കി കിട്ടും? തുമ്പിയോടൊന്ന് അതിനെക്കുറിച്ച് ചോദിച്ചാലോ? അയ്യോ വേണ്ട, ആ പെണ്ണിനെ കളിയാക്കിക്കൊല്ലും. അന്നവളോട് എനിക്ക് വായിക്കാനൊന്നും സമയം കിട്ടില്ല തുമ്പി എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചപ്പോൾ സുറുമിക്ക് ചിരി വന്നു. അത് ഓർത്തപ്പോൾ. അവിടെ എത്തിയപ്പോൾ ജിന്നിൻ്റെ തൂലയുടെ കട്ട ഫാനാണെന്ന് തുമ്പിയുണ്ടോ അറിയുന്നു. അയാൾ ഇനി എന്താണ് ബാക്കി എഴുതുക?
അയാൾക്കൊരു മെസ്സേജ് ഇട്ടാലോ? കഥയുടെ ബാക്കി അയച്ചു തരുമോ എന്ന് ചോദിച്ചാലോ? അത് പിന്നെ എന്തെങ്കിലും പ്രശ്നമാവോ? അതൊരു പുരുഷനാണെങ്കിൽ തനിക്ക് മെസ്സേജ് അയക്കുന്നത് സ്ത്രീയാണെന്ന് അറിയുമ്പോൾ അയാൾ തിരിച്ചും മെസ്സേജ് അയച്ചാലോ? അങ്ങനെയാണ് പല അവിഹിതങ്ങളുടെയും തുടക്കം എന്ന് കേട്ടിട്ടുണ്ട്. സുറുമിയുടെ ചിന്തകൾ പല വഴി പാഞ്ഞു. കഥയുടെ ബാക്കി കേൾക്കുകയും വേണം മെസ്സേജ് അയക്കാനുള്ള ഭയവും. സോഷ്യൽ മീഡിയയിലൊക്കെ പലതും കണ്ടിട്ടുണ്ട് വന്നു ചേരുന്ന വിപത്തുകളെക്കുറിച്ച്. എത്ര കുടുംബമാണ് തകരുന്നത്. അങ്ങനെ വല്ല വള്ളിയുമായി തീരെ ഉറപ്പേ. സുറുമിയുടെ നെഞ്ചൊന്ന് ആഞ്ഞടിച്ചു. അങ്ങനെ വല്ലതും ചെയ്യാൻ അയാളെ ഞാൻ ബ്ലോക്കാക്കി കളഞ്ഞാൽ പ്രശ്നം തീരില്ലേ? അല്ലാതെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അയാൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ എന്തിനോ കൈ വിറച്ചു. കിസ്സയിലെ പാതി എന്താണ് എഴുതാത്തത്? വൈകാതെ അടുത്ത ഭാഗം തരുന്നേ, കാത്തിരിക്കാൻ വയ്യ എന്നൊരു മെസ്സേജ് ടൈപ്പ് ചെയ്ത ശേഷമാണ് അടക്കി പിടിച്ച ശ്വാസം അവളൊന്ന് നേരെ വിട്ടത്. പിന്നെ അയാൾ മറുപടി തരുമോ എന്നതായി ചിന്ത. ചിലപ്പോൾ മറുപടി ഒന്നും തരില്ലായിരിക്കും. അയാൾക്കിതുപോലെ 1000 മെസ്സേജ് വരുന്നുണ്ടാവും. അത്രയും ഉണ്ടല്ലോ ആരാധികമാർ. മറുപടി ഇല്ലേലും വേണ്ടിയില്ല, അയാൾ കഥയുടെ ബാക്കി എഴുതിയാൽ മതി. വാതിലിൽ ആരോ തട്ടുന്നത് കേട്ടാണ് ചിന്തയിൽ നിന്ന് സുറുമി ഉണർന്നത്. ഓടിപ്പോയി ഡോർ തുറന്നതും സക്കീറിനെ കണ്ട് സുറുമിയുടെ കണ്ണുകൾ ഭയം കൊണ്ട് തുറിച്ചുന്തി. എന്താ? അവൾ മുഖത്ത് ഗൗരവം വരുത്തി ചോദിച്ചു. സാധാരണ അയാൾ രാവിലെ കടയിലേക്ക് പോയാൽ പിന്നെ വൈകുന്നേരമേ വീടറിയാറുള്ളൂ. ഇന്നിപ്പോൾ എന്താണാവോ ഈ സമയത്ത്? ഛേ, നീ കണ്ണിരിട്ട് എന്നിങ്ങനെ നോക്കി കൊല്ലാതെ സുറുമി. അയാളുടെ വശന നോട്ടവും സംസാരവും. പെട്ടെന്ന് ബോധം വന്നതുപോലെ സുറുമി തട്ടം വലിച്ച് മാറത്തേക്ക് ഇറക്കിയിട്ടു. ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി ആവോ? എനിക്കറിയോ? ഞാനെങ്ങനെ അറിയാനാ? സുറുമി ചൊടിച്ചു. ഇങ്ങനെ തുള്ളല്ലേ സുറുമേ. ആനമ്മ പറഞ്ഞു അവരൊക്കെ പരപ്പണി നടക്കുന്നിടത്തേക്ക് പോയതാണെന്ന്. നീ എനിക്കിത്തിരി ചോറ് വിളമ്പി തന്നേടി മോളെ. ഓ, അപ്പോൾ എല്ലാം മറിഞ്ഞു വെച്ചിട്ടാണിപ്പോൾ അയാൾ ഒലിപ്പീരും കൊണ്ട് വന്നിട്ടുള്ളത്. എനിക്ക് സൗകര്യമില്ല. നിങ്ങൾ ഉമ്മയുണ്ടാവും അപ്പുറത്ത്, പോയി എടുത്തു തരാൻ പറ. അതും പറഞ്ഞ് സുറുമി കതക് വലിച്ചെടുക്കാൻ ഒരുങ്ങിയതും അയാൾ വാതിൽ ബലമായി തള്ളിപ്പിടിച്ചു. ആനമ്മയാണ് പറഞ്ഞത് എന്നോട് പറയാൻ. അല്ലാതെ നീ വെറുതെ ഉമ്മാൻ്റെ വായിലിരിക്കുന്ന കേൾക്കാൻ നിൽക്കാതെ എനിക്ക് വന്ന് വിളമ്പിത്താ പെണ്ണേ. സുറുമി അയാളെ തുറിച്ചു നോക്കി. ഇനി ആനമ്മയെ കൊണ്ട് പറയിപ്പിച്ചാലേ നിർബന്ധമാണോന്ന് വേണോ മോൾക്ക്? അയാൾ ചോദിച്ചതും ആ സ്ത്രീയുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ വയ്യാത്തത് കൊണ്ട് സുറുമി അടുക്കളയിലേക്ക് നടന്നു. തൻ്റെ അവസ്ഥകൾ ഓർത്ത് അവൾ ഉള്ളിൽ കരഞ്ഞു. അവളെ പിന്തുടർന്ന് വരുമ്പോൾ അയാളുടെ കണ്ണുകൾ അവളുടെ ഉടലവുകൾ ചൂയുന്നു. കെട്ടി വീട്ടിൽ കൊണ്ടുവന്നിട്ടല്ലാതെ അനിയൻ ഇവനെ നേരെ എന്ന് അനുഭവിച്ചിട്ട് കൂടിയില്ല. ഒന്ന് പെറ്റിച്ചിട്ടും ഉടഞ്ഞിട്ടില്ല പെണ്ണ്. സുറുമി ഭക്ഷണം എടുക്കുമ്പോൾ അവൾ അയാളുടെ മേനിയഴുകൾ കൊത്തി വലിച്ച് വെള്ളം ഇറക്കി. സുറുമി അയാളെ നോക്കാതെ വിളമ്പിയ ഭക്ഷണം അടുക്കളയുടെ ഒരു ഭാഗത്തുള്ള ഓൺമേശയ്ക്ക് മുകളിൽ ആരോടുള്ള ദേഷ്യം തീർക്കും പോലെ അമർത്തിക്കൊണ്ട് വെച്ചു. അയാൾ ഒരു കസേര വലിച്ചിട്ട് ഭക്ഷണം കഴിക്കാനായിരുന്നു. അപ്പോഴും നോട്ടും സുറുമിയുടെ ഇരുണ്ട് മൂടിയ മുഖത്ത് തന്നെയാണ്. സുറുമി അയാളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതാണ് അവിടെ നിന്നും പോകാനൊരുങ്ങിയത്. സക്കീർ അവളുടെ കയ്യിൽ ഒരു പിടുത്തമിട്ടു. വിടടോ എന്നെ. സുറുമി ഒറ്റ കുതിപ്പിന് അയാളുടെ കൈ തട്ടിയെറിഞ്ഞു. സക്കീറിൻ്റെ മുഖമൊന്ന് വിളറി. എന്നെ എന്തിനാ സുറുമി ഇങ്ങനെയേ അകറ്റി നിർത്തുന്നത്? എനിക്കറിയാം ഇപ്പോഴത്തെ എൻ്റെ വിഷമം. അവൻ നിന്നെ തള്ളിക്കളഞ്ഞാലും ഈ ഇക്കയുണ്ടാവും നിൻ്റെ കൂടെ, അയാൾ സാവധാനം പറഞ്ഞു. സുറുമിയുടെ മുഖം കടുത്തു, പല്ലുകൾ നെരിഞ്ഞമർന്നു. കൂട്ടിനൊരു ഭാര്യ ഉണ്ടായിട്ടും നിന്റെ കയ്പ് തീരുന്നില്ലെങ്കിലേ പോയി വല്ല മുള്ളുമിരിക്കലും കേരടോ നാറി. ഉള്ളിൽ കിടന്ന് വീർപ്പ് മുട്ടിക്കുന്നത് സുറുമി മൂർച്ചയോടെ കുടഞ്ഞെറിഞ്ഞു. സക്കീർ ചിരിച്ചു. ഓഹ്, അതൊക്കെ ഇത്തിരി റിസ്ക് അല്ലേ മോളെ. ഹലുവ കഷ്ണം പോലെ നീ ഇങ്ങനെ എൻ്റെ മുന്നിൽ നിറഞ്ഞു നിന്ന് എന്നെ മറ്റു പിടിപ്പിക്കുന്നുണ്ടല്ലേ ഞാനിങ്ങനെ. നീ എൻ്റെ കാര്യം ഒന്ന് നോക്കേ. കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങളൊക്കെ തീർന്ന് നാട്ടിലേക്ക് അണിയുമ്പോഴും നീ മുതുക്കിയായിട്ടുണ്ടാവും. ജീവിതം ഇങ്ങനെ ആസ്വദിക്കേണ്ട നല്ല പ്രായമൊക്കെ ഇങ്ങനെ കളഞ്ഞു കുളിക്കണം സുറുമി. അവന് പിന്നെ ആസ്വദിക്കാൻ അവിടെയും വേറെ വഴിയുണ്ടാവും. നീ ഇവിടെ വെറുതെ പൊട്ടിയായിട്ട് അവനെ കാത്തിരുന്ന് ഇങ്ങനെ ഉരുകി കഴിയേണ്ട ആവശ്യമുണ്ടോ? ഈ ഒന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്കി. അയാൾ അതും പറഞ്ഞുകൊണ്ട് വശ്യമായി ചിരിച്ചു. സുറുമിക്ക് അങ്ങ് വിറഞ്ഞു കയറി. നന്നായി ആലോചിച്ചിട്ട് നോക്കിയിട്ട് ഇതിനുള്ള മറുപടി ഞാൻ ലബീബത്തിയോട് പറഞ്ഞോളാട്ടോ. അവൾ വാശിയോടെ പറഞ്ഞതും പൊരിവെയിലത്തേക്ക് വാടിയതുപോലെ അയാളുടെ മുഖം വാടി. പൊടുന്നുടനെ ആ കണ്ണുകളിൽ കൗശലം നിറഞ്ഞു. നീ പറയോ സുറുമി, നീ പറയോ?
അയാൾ വൈരാഗ്യബുദ്ധിയോടെ ചോദിച്ചു. പറയും, നിങ്ങളെന്നെ ശല്യം ചെയ്യുന്ന കാര്യം എല്ലാവരോടും വിളിച്ച് ഞാൻ പറയും. സുറുമി കുറയാൻ ഒട്ടും ഭാവമില്ലാതെ നിന്നു. എങ്കിൽ നീ ചെന്ന് പറ. ലബീബയോടും ആനമ്മയോടും എല്ലാവരോടും പറ. ആരൊക്കെ നിന്നെ വിശ്വസിക്കുമെന്ന് അറിയാലോ. അയാൾ ക്രൂരഭാവത്തിൽ ചിരിച്ചു. സുറുമി പകപ്പോടെ അയാളെ നോക്കി. ഞാനും പറയുന്നുണ്ട് അവരോട്, സുറുമി അന്തിക്കൂട്ടിന് എന്നെ അറക്കകത്തേക്ക് ക്ഷണിച്ചുവെന്ന്. അവർ ആരെ വിശ്വസിക്കുമെന്ന് നമുക്ക് നോക്കാം. അയാൾ അത് പറഞ്ഞതും സുറുമിയുടെ നെഞ്ചിലൊരു വെള്ളിടി വെട്ടി. ഭർത്താവ് നാട്ടിലില്ലാത്തത് കൊണ്ട് ഭർത്താവിൻ്റെ ജ്യേഷ്ഠനെ അവിവാഹത്തിന് ക്ഷണിച്ച് മുറിക്കുള്ളിലേക്ക് വിളിച്ചു കയറ്റിയെന്ന് വരുത്തി തീർക്കാനേ എനിക്ക് വലിയ പ്രയാസമില്ല സുറുമേ. ആരും നിന്നെ വിശ്വസിക്കില്ല. നിന്റെ പ്രാണനായ മാഹിർ പോലും നിന്നെ തെറ്റിദ്ധരിക്കും. കാരണം അവൻ്റെ ഇക്ക ഇന്ന് വരെ ആരെക്കൊണ്ട് മോശം പറയിപ്പിച്ചിട്ടില്ലല്ലോ. ഇന്നലെ കയറി വന്ന, അതും വെറും 3 മാസം മാത്രം കൂടെ കിടന്ന് നിന്നേക്കാൾ അവന് വിശ്വാസേ എന്നെ തന്നെ ആയിരിക്കും സുറുമി. അവനത് പറയുമ്പോൾ സുറുമിയുടെ ഉള്ളിൽ ഒരു ആളിപ്പടർച്ചയുണ്ടായി. അതവളുടെ ഹൃദയത്തെ ഒന്നാകെ പൊള്ളിച്ചു. നിങ്ങളൊരു ക്രൂരനാണ്. ഞാൻ നിങ്ങളെ അനിയൻ്റെ ഭാര്യയാണെന്ന് ഓർമ്മ വേണം. സുറുമി മൂർച്ചയോടെ മുരുണ്ടു. അതിനെ അനിയൻ നിന്നെ വേണ്ടാത്തോണ്ടല്ലേ അവൻ നാട്ടിലേക്ക് വരാത്തത്? നിന്നെ കെട്ടുന്നതിന് മുമ്പേ ഓരോ വർഷവും നാട്ടിലേക്ക് വന്നിരുന്നേനാ. ഇപ്പോൾ ഇതാ 4 വർഷമായി. ദേ ഇപ്പോൾ ഫോൺ വിളിയും കുറഞ്ഞു. അയാൾ പുച്ഛത്തോടെ പറഞ്ഞു. അവളുടെ നെഞ്ചിടഞ്ഞു. സ്വന്തം പെണ്ണിനും കുഞ്ഞിനൊന്ന് ഫോൺ വിളിക്കാൻ പോലും ഒഴിവില്ലാത്ത ജോലി തിരിക്കൊന്നും അവനുണ്ടാവില്ലെന്നേ. അതന്നെ അവൻ അവിടെ എന്തോ ഒരു സെറ്റപ്പ് ഒത്തു വന്നിട്ടുണ്ട്. അവൻ നിന്നെ പതിയെ ഒഴിവാക്കാൻ ശ്രമിക്കുക പെണ്ണേ. നീയോ ഒരു പൊട്ടിയായി ഓനെ മാത്രം സ്വപ്നം കണ്ട് കഴിയാണ്. അയാൾ അവളുടെ ഉള്ളിൽ വിഷം കുത്തിവെച്ച് അവളെ വരുതിയിലാക്കാൻ ശ്രമിച്ചു. അയാൾ പറയുന്നത് മുഴുവൻ കേൾക്കാൻ നിൽക്കാതെ തിരിഞ്ഞു നടക്കുമ്പോൾ സുറുമിയുടെ ദേഹവും മനസ്സും ഒരുപോലെ മരവിച്ചു പോയിരുന്നു. സുറുമി നേരെ വാഷ്റൂമിലേക്കാണ് പോയത്. തൻ്റെ ജീവിതത്തിൽ അരുതാത്തത് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നതെന്ന് അവളുടെ ഉള്ളം അപ്പോഴും ഒഴിഞ്ഞുകൊണ്ടേയിരുന്നു. സക്കീർ പിടിച്ച തൻ്റെ കൈ ഉപയോഗിച്ച് പലവട്ടം കഴുകിയവൾ. കാലൻ, ഇനി എന്നെ തൊട്ടാൽ അയാളെ ഞാൻ കൊല്ലും. അവൾ പിറുപിറുത്തു കൊണ്ടിരുന്നു. മാഹിക്ക, അയാൾ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കുകയില്ല. എനിക്കറിയാം ആ ഹൃദയത്തിലെ ഈ സുറുമി മാത്രമേ ഉള്ളൂ എന്ന്. അവനോടായി പറയുമ്പോൾ ഇടറിയും കരഞ്ഞും വാക്കുകൾ മുറിഞ്ഞു. സുറുമിയോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവൾ ലബീബയോട് വല്ലതും പറയുമോ എന്ന ഭയം സക്കീറിൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കിയിരുന്നു. വീട് പണി നടക്കുന്നിടത്തേക്ക് പോവുകയാണെന്ന് ലബീബ നേരത്തെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് സുറുമി ഇവിടെ തനിച്ചായിരിക്കുമല്ലോ എന്നോർത്തത്. വിശപ്പൊന്നുമില്ലെങ്കിലും സുറുമിയെ ഒന്ന് കാണാനും തഞ്ചത്തിൽ അവളോട് അടുക്കാനും വേണ്ടി തന്നെയാണ് ഈ സമയത്തേക്ക് വീട്ടിലേക്ക് ഓടി വന്നത്. ഒന്നും അറിയാത്ത പോലെ ആനമ്മയോട് ലബീബയെക്കുറിച്ച് അന്വേഷിച്ചതും ഭക്ഷണം വേണമെന്ന് പറഞ്ഞതും ഉമ്മ തന്നെയാണ് സുറുമയെ വിളിക്കാനും പറഞ്ഞത്. പ്രതീക്ഷിച്ചതുപോലെ അവളെ അടുത്ത് കിട്ടിയപ്പോൾ നാളുകളായി അടക്കി വെച്ച മോഹം ചെങ്ങല പൊട്ടിച്ച് പുറത്തെത്തിയത് കൊണ്ടാണ് സുറുമയോട് ഇത്രയൊക്കെ പറയേണ്ടി വന്നത്. പെണ്ണ് ആരോടും ഒന്നും പറയില്ലായിരിക്കും. അതിനല്ലേ അവളുടെ കൽബിൻ്റെ ഉള്ളറയിൽ ഭയത്തിൻ്റെ കനൽ കോരിയിട്ടത്. വൈകുന്നേരം ഇന്ന് കുടുംബശ്രീ മീറ്റിംഗ് നടക്കുന്നത് ആനിമയുടെ വീട്ടിൽ വെച്ചാണ്. ലബീബയും അസീനയുമെല്ലാം കുടുംബശ്രീയിൽ അംഗങ്ങളാണ്. സുറുമിക്ക് അതിലേക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിലും അവിടെയും അവൾക്ക് വിലക്കുകളുണ്ട്. അവൾ ഗൾഫുകാരൻ ഇലാൻ മാഹിറിൻ്റെ ഭാര്യയാണല്ലോ. ഒഴിഞ്ഞു വെച്ചൊരു നേർച്ചക്കോയി. അവൾക്ക് അതിൻ്റെയൊന്നും ആവശ്യമില്ലെന്നാണ് ആനിമ പറയുന്നത്. അതുമാത്രമല്ല, അവൾ അടുത്ത വീട്ടിലുള്ളവരോടൊന്നും സംസാരിക്കുന്നതോ അടുക്കുന്നതോ ഒന്നും ആനിമയ്ക്ക് ഇഷ്ടമല്ല. വീടിന് മുൻപിലെ നീളൻ വരാന്തയിലാണ് പെണ്ണുങ്ങൾ കൂടിയിരിക്കുന്നത്. ഓരോ ആഴ്ചയും ഓരോ അംഗങ്ങളുടെ വീട്ടിലാണ് മീറ്റിംഗ് കൂടുന്നത്. പെണ്ണുങ്ങളുടെ കലപില സംസാരവും ചിരിയും കേൾക്കുന്നിടത്തേക്ക് സുറുമി അറിയാതെ ഒന്ന് എത്തി നോക്കി. അവർ നാട്ടിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. സുറുമി, എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇങ്ങോട്ടൊക്കെ വരാട്ടോ. ഞങ്ങൾ ആരെയും പിടിച്ച് തിന്നുന്നില്ല. അവിടുത്തെ വീട്ടിലെ റസീന സുറുമിയെ കണ്ടതും തമാശ പറഞ്ഞു. സുറുമി ഒരു വിളറിയ ചിരിയോടെ അവരുടെ അടുത്തേക്ക് നടന്നു. അവൾ വലിയ ഗൾഫുകാരൻ്റെ ഭാര്യയല്ലേ റസിയെ? നമ്മളെപ്പോലുള്ളവരോടൊക്കെ മുണ്ടുന്നത് അവൾക്ക് കുറച്ചിലാവും. ലബീബ പറയുന്നത് കേട്ട് സുറുമിയുടെ കാലുകൾ നിശ്ചലമായി. അവൾ വല്ലായ്മയോടെ അവിടെ കൂടിയവരെ നോക്കി. അങ്ങോട്ട് എത്തി നോക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നിപ്പോയി സുറുമിക്ക്. അവിടെയുള്ളവരെല്ലാം കണ്ണുകൾ അവളിലാണ്. അതേ സുറുമേ, ഞങ്ങൾ കുടുംബശ്രീയിലെ മുന്താസിൻ്റെ മോള് ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി കുടുംബശ്രീ വകയായി 1 രൂപ പിരിച്ചു കൊടുക്കുന്നുണ്ട്. സുറുമിയുടെ പേരിലും ഒരു 5000 രൂപ എഴുതുന്നുണ്ട് കേട്ടോ. സുറുമിക്ക് അതൊക്കെ നിസ്സാര തുകയല്ലേ? കുടുംബശ്രീ പ്രസിഡന്റ് സുഹ്റ പറഞ്ഞതും സുറുമിയുടെ മുഖത്തെ രക്തം വറ്റിയതുപോലെ നിൽപ്പു നിന്നു. പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ്. കൊടുത്ത ഇരട്ടി പുണ്യം കിട്ടുമെന്ന് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ
തൻ്റെ കയ്യിൽ വല്ലിക്കാക്ക് പിടിപ്പിച്ചു പോയ കുറച്ച് രൂപ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മോൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണമെന്ന് കരുതിയതാണ്. എന്താ സുറുമി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്? ചോദിക്കാതെ പൈസ ചെയ്തത് ഇഷ്ടമായിട്ടാണോ? സുഹറ വീണ്ടും സുറുമിയെ നോക്കി. എന്തു പറയണമെന്നറിയാതെ സുറുമി ഈ നിൽപ്പ് നിന്നു. ദേ പെണ്ണെ, നിന്റെ കയ്യിൽ കാശുണ്ടെങ്കിലേ എടുത്തു കൊടുത്തേക്ക്. വെറുതെ മാഹിറിൻ്റെ കൂടി മാനക്കേട് വരുത്തി വെക്കണ്ട. ലബീബ കണ്ണും ചുണ്ടും കൂർപ്പിച്ച് അവൾക്ക് കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. സുറുമി അകത്തേക്ക് പോയി വെല്ലിക്ക തന്നിട്ട് പോയ 2 500-ൻ്റെ നോട്ടുകൾ എടുത്ത് സുഹറയുടെ മുന്നിലേക്ക് നീട്ടി. 1000 രൂപയുണ്ട്, ഇപ്പോൾ ഇതേ നിവർത്തിയുള്ളൂ. അവളുടെ സ്വരം ദയനീയമായി. സുഹറയുടെ മുഖം അല്പം വാടിയിട്ടുണ്ട്. ചിലർ എന്തൊക്കെയോ അടക്കം പറയുന്നു. സുറുമി ആരെയും നോക്കാതെ തിരിഞ്ഞ് അകത്തേക്ക് പോയി. കയ്യിൽ കാശില്ലാഞ്ഞിട്ടൊന്നല്ല, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാൻ മടിക്കുന്ന പെഷ്കിയ. എല്ലാം പിടിച്ചങ്ങ് വെക്കും. കുടുംബത്തിന് വേണ്ടി 1 രൂപ പോലും ചിലവാക്കാൻ സമ്മതിക്കാതെ ആ ചെറുക്കനെ കൂടെ ചീത്തയാക്കുന്നത് ഇവളൊരുത്തിയാ. ലബീബയുടെ വിശദീകരണം സുറുമി ഹാളിലേക്ക് കേട്ടു. സുറുമിയുടെ തൊണ്ടക്കുഴിയിൽ ഒരു വിങ്ങൽ വന്നമർന്നു. കണ്ണുകൾ നിറയാൻ തുടങ്ങി. ഉപ്പയുടെ മുറിയിൽ നിന്നൊരു നിരക്കം കേട്ടതും സുറുമി അങ്ങോട്ട് പാഞ്ഞു. ആനുമ്മ ബാത്റൂമിലാണെന്ന് തോന്നുന്നു. പാവം ഉപ്പ പ്രയാസപ്പെട്ട് മേശമേൽ ജഗ് കൈ എത്തിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ഉപ്പാ. സുറുമി ഓടി വന്ന് വെള്ളം എടുത്ത് ഗ്ലാസ്സിലേക്ക് കൊടുത്ത് ഉപ്പയുടെ ചുണ്ടിലേക്ക് വെച്ച് കൊടുത്തു. വെള്ളം കുടിക്കുന്നതിനിടയിൽ ഉപ്പ സുറുമിയുടെ നിറഞ്ഞ മിഴികൾ കണ്ടു. വെള്ളം കുടിച്ചു കഴിഞ്ഞതും സുറുമി ഉപ്പയെ നേരെ കിടത്തി പുതപ്പിച്ചു കൊടുത്തു. മോളെ, മാഹിറിനോട് വേഗം നാട്ടിലേക്ക് വരാൻ ഉപ്പ പറഞ്ഞെന്ന് പറയണം കേട്ടോ. അവൾ മുറി വിട്ട് ഇറങ്ങും മുമ്പേ ഉപ്പ ഓർമ്മിച്ചു. സുറുമി അവരെ നോക്കി ഒന്ന് തല അനക്കുക മാത്രം ചെയ്തു. സുറുമിക്കും വല്ലാതെ തലവേദന തോന്നി. കിടന്നതും ഒന്ന് മയങ്ങിപ്പോയിരുന്നു. അന്നും അവൾക്ക് മാഹിക്ക് വിളിച്ചില്ല. അവൾ ഓരോന്നാലോചിച്ച് ഉറങ്ങിപ്പോയി. ഹലോ മായ്ക്ക, എത്ര ദിവസമായി ഒന്ന് വിളിച്ചിട്ട്? സുഖല്ലേ നിങ്ങൾക്ക്? അവിടെ ഭക്ഷണം കഴിച്ചില്ലേ? മുഖമൊക്കെ എന്താ വല്ലാതെ വയ്യ നിങ്ങൾക്ക്? അവനെന്ന് വിളിച്ചപ്പോഴേക്കും എന്തൊക്കെയാണ് പെണ്ണിനെ ചോദിക്കാനുള്ളത്? അവൻ്റെ വാടിയ മുഖം സുറുമിയുടെ ഉള്ളിൽ ആശങ്കയുടെ വിത്ത് പാകി. ആ പെണ്ണിൻ്റെ കരുതലിൻ്റെ ചൂടുള്ള ചോദ്യത്തിന് മുമ്പിൽ മാഹിർ ഉത്തരമില്ലാതെ ഒരു നിമിഷം ഇരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. മോളിവിടെ? മാഹിർ മുഖത്ത് ചിരി വരുത്തി ചോദിക്കാൻ ശ്രമിച്ചു. മോളിവിടെ ഉണ്ട് മാഹിക്ക. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾക്ക്? മാഹിറിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ സങ്കടം കൊണ്ടോ സന്തോഷം കൊണ്ടോ സുറുമിയുടെ ശബ്ദമിടറി. ആ പെണ്ണിൻ്റെ നിറഞ്ഞ കണ്ണുകൾ കാണെ മാഹിറിൻ്റെ ഉള്ളം മെന്ത് നീറി. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അവൻ വെറുതെ ഒന്ന് ഓർത്തു നോക്കി. ഒന്നും മനസ്സിൽ തെളിയുന്നില്ല. മനസ്സൊന്നാകെ മരവിച്ചിട്ട് മാസങ്ങളായി. ഇന്ന് നമ്മുടെ വിവാഹ വാർഷികമല്ലേ മായ്ക്ക? എനിക്കറിയായിരുന്നു ഇക്ക ഇന്ന് എന്നെ വിളിക്കുമെന്ന്. കരയുന്നത് പോലെ പറയുന്ന പെണ്ണിൻ്റെ വാക്കുകൾ കാതോർക്കുമ്പോൾ മാഹിർ കൂടുതൽ തളർന്നു. നിനക്കെങ്ങനെ എന്നെ സ്നേഹിക്കാൻ കഴിയുന്നു മോളെ? നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്കിപ്പോൾ കഴിയുന്നില്ല. എന്തിന്? നിന്നെ സ്നേഹത്തോടെ ഒന്ന് വിളിക്കാൻ പോലും കഴിയാത്ത കഴിവ് കേട്ട എന്നെ എന്തിന് നീ ഇങ്ങനെ സ്നേഹിച്ചു കൊള്ളുന്നു? മാഹിറിൻ്റെ ഹൃദയം വേദനിച്ചു. സുറുമി മോളെവിടെ? നീ അവളെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ. അവളെ ഇനിയും നോക്കി നിന്നാൽ താൻ കരഞ്ഞു പോകുമെന്ന് തോന്നിയപ്പോഴാണ് കുഞ്ഞിനെ അന്വേഷിച്ചത്. ആ നിമിഷം ആ പെണ്ണിൻ്റെ മുഖത്തെ തെളിച്ചം കെട്ടടങ്ങിയിരുന്നു. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല മായ്ക്കേ? ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ നിങ്ങൾ നാട്ടിലേക്ക് വരാത്തത്? അതുകൊണ്ടാണോ നിങ്ങൾ ഞാൻ അയക്കുന്ന ഒരു മെസ്സേജിന് പോലും മറുപടി അയക്കാത്തത്? സുറുമിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. 1000 കഠാരയേക്കാൾ മൂർച്ചയുള്ള ചോദ്യം മാഹിറിൻ്റെ നെഞ്ചിൽ തന്നെ തറച്ചു നിന്നു. നീ എന്താ സുറുമി ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ നിന്നോട് എൻ്റെ ഇപ്പോഴത്തെ വർക്ക് പ്രഷർ. നിനക്കെന്നെ മനസ്സിലാവുമെന്ന് കരുതിയത് എൻ്റെ തെറ്റാ. എപ്പോൾ വിളിച്ചാലും കുഞ്ഞു പിള്ളേരെ പോലെ എന്നെ ഇഷ്ടമല്ല മായ്ക്ക, എന്നോട് ദേഷ്യമാണ് മായ്ക്കോ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും നിന്നെപ്പറ്റി പറയാതെ വല്ലപ്പോഴും നീ എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. മാഹിർ ദേഷ്യത്തോടെ പറഞ്ഞു. അവഗണനയുടെ കൂർത്തമുള്ള തറച്ചവളുടെ നെഞ്ച് പൊടിഞ്ഞുപോയി. നീ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തേ. മനുഷ്യനല്പം സമസമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് വീട്ടിലേക്ക് വിളിക്കുന്നത്. അപ്പോഴേ കണ്ണ് നിറച്ച് കാണിച്ചുള്ള ഉള്ള സമാധാനം കൂടി കളയും. അത് പറയുമ്പോൾ മാഹിർ അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല. സുറുമിയുടെ ഹൃദയം ചിന്നിച്ചിതറി. ഉള്ളിൽ നിന്നും സൂചുമിന കുത്തം പോലൊരു വേദന. സുറുമി വിറകൊള്ളുന്ന കൈകളാൽ ഫോൺ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്ത് അല്പം മാറിയിരുന്ന് അതിലേക്ക് നോക്കി. ഒരു പ്രതിമ കടക്കിയിരിക്കുമ്പോഴും അവൾ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ശബ്ദത്തിന് കാതോർത്തു. ഇത് കഴിഞ്ഞാൽ ഇനി എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരുമെന്ന് അറിയില്ലല്ലോ ആ ശബ്ദമൊന്ന് കേൾക്കാൻ.
ആ മുഖമൊന്ന് കാണാൻ. മുത്തേ. മാഹിർ കുഞ്ഞിനെ സ്നേഹത്തോടെ വിളിച്ചു. ഉള്ളിൽ കരയുന്നത് കൊണ്ടാവും അവൻ്റെ ശബ്ദം അടഞ്ഞു പോയിരുന്നു. ഉപ്പച്ചി ഇവിടെയായിരുന്നോ? എത്ര ഇഷായി വിളിച്ചിട്ട്? ഞാൻ എന്ന് ചോദിക്കും ഉമ്മച്ചിനോട്. ഉപ്പച്ചി എന്താ വിളിക്കാത്തതെന്ന്. ഞാനും ഉമ്മച്ചിയും ഫോണിലേക്ക് നോക്കിയിരിക്കും ഉപ്പാനെ കാണാൻ. ഉപ്പ വിളിച്ചില്ലെങ്കിൽ ഉപ്പാൻ്റെ ചിത്തത്തിൽ കുറേ മുത്തം കൊടുക്കും ഞാനും ഉമ്മച്ചിയും. ആ കുഞ്ഞു മുഖത്തും സന്തോഷത്തേക്കാൾ പരിഭവം നിറഞ്ഞു നിന്നു. അങ്ങ് ദൂരെ ഒരു കൊട്ടാരത്തിൽ തന്നെ മാത്രം കാത്തിരിക്കുന്ന രണ്ട് ഹൃദയങ്ങൾ. മാഹിറിന് ആ നിമിഷം തന്നെ അവരുടെ അടുത്തേക്ക് പറക്കാൻ തുടങ്ങി. അവരെ രണ്ടുപേരെയും വാരി അണച്ച് ചുംബനം കൊണ്ട് മൂടാൻ തുടങ്ങി. പക്ഷെ കഴിയില്ലല്ലോ. ചിറകടിഞ്ഞ പക്ഷിക്ക് എങ്ങനെ തൻ്റെ ഇണപ്പക്ഷിയെ തേടി പറക്കാനാവും? മുത്തോളെ, ഉപ്പച്ചി ഇപ്പോൾ വിളിച്ചല്ലോ. ഉപ്പാൻ്റെ മുത്തിനെ മറന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെ ഓഫീസിലെ എപ്പോഴും ഫോൺ വിളിക്കാനൊന്നും സമയം കിട്ടുന്നില്ല മോളെ. ഇനി ഇടയ്ക്ക് ഉപ്പ വിളിക്കാട്ടോ. എൻ്റെ മുത്ത് നന്നായി പഠിക്കണം. ഉമ്മച്ചി പറയുന്നതൊക്കെ കേൾക്കണം കേട്ടോ. പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാതെ തൊണ്ടയിൽ തിക്കുമുട്ടിയൊരു ഗദ്ഗതം. പുറത്തേക്ക് ചാടാൻ വെമ്പൽ കൊണ്ടു. ഉപ്പ ജോലിക്ക് കയറാൻ സമയമായിട്ടോ, ഉപ്പ വെക്കുവാണേ എന്നും പറഞ്ഞവൻ കോൾ കട്ടാക്കാൻ പോവുകയാണെന്ന് കണ്ടതും സുറുമി ആർത്തിയോടെ ഫോൺ പിടിച്ചു വാങ്ങി. എനിക്ക് ഇനിയും മിണ്ടണം മാഹിക്ക, വെക്കല്ലേ. അവളുടെ പരിഭ്രാന്തി കണ്ട് മോളുടെ കണ്ണുകൾ തുറച്ചു. വെച്ചോ മാഹിക്ക, ഫോൺ വെച്ചോ. എന്നോട് പറഞ്ഞില്ല, എനിക്ക് ഇനിയും പറയാനുണ്ടായിരുന്നു മാഹിക്ക. കണ്ട് കൊതി തീർന്നില്ല എനിക്ക്. അവളുടെ ഹൃദയം വിലപിച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. സുറുമി ഭ്രാന്തി പിടിച്ചതുപോലെ ഫോൺ ബെഡിലേക്കിട്ട് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരിഞ്ഞു. ഉമ്മ കരയുന്നതിൻ്റെ കാരണം മനസ്സിലാവാതെ, ഉമ്മയെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഹാലമോൾ സുറുമിയുടെ നെഞ്ചിലേക്ക് പതുങ്ങി. ഇൻഷാ അല്ലാ, ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.